ഹായ്. അപ്പോൾ ഇന്നത്തെയും പോലെ ഇന്നും വർക്ക് കഴിഞ്ഞ് നേരെ ഹസ്ബൻഡിൻ്റെ ഷോപ്പിൽ വന്നിട്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇടയ്ക്ക് മുഖം നോക്കാൻ വേണ്ടിയിട്ട് ഒരു മിറർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു വണ്ടിയുടെ മിറർ ഹസ്ബൻഡ് ഷോപ്പിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴുണ്ട് അവിടെ ഒരു ഗസ്റ്റ് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ. ഗസ്റ്റിന് നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതോ ഒരു പൂച്ച പ്രസവിച്ചതാണ് 2 കുട്ടികളെ. പക്ഷേ അതിൽ ഒരു കുട്ടി നമ്മുടെ ഫ്രണ്ടിൽ നിറയെ വണ്ടികൾ പോകുന്നത് കണ്ടില്ലേ, അവിടെ വണ്ടി ഇടിച്ച് ചത്തുപോയി. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. ഇനി ഇവനും കൂടിയല്ലേ ഉള്ളൂ. ഇവർ ഭയങ്കര ചെറുതായ കാരണം കൊണ്ട് ഒട്ടും ശ്രദ്ധിക്കാതെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കണേ. അങ്ങനെ നമുക്ക് ഇതിനി വണ്ടിയുടെ അടിയിൽ പെടണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ പെട്ടിയിലാക്കി നേരെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിലാകുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള മിണ്ടാപ്രാണികളോട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയാണെങ്കിൽ നല്ല ഫുഡ് കൊടുക്കും. അപ്പോൾ വിഷ്ണുടൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നേരെ പെട്ടിയിലാക്കിയിട്ട് അമ്മയ്ക്ക് അത് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അതും അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന്. അപ്പം അമ്മ ഈ പൂച്ചേനെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഏകദേശം ഒരു ടൈമൊക്കെ ആയി, നമ്മൾ ഷോപ്പ് അടയ്ക്കേണ്ട സമയമായപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഈ അടിച്ചു വാരൽ. നമുക്ക് ഹെൽത്തിൽ നിന്ന് ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഏതോ നമ്മുടെ ഷോപ്പിലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ പുറത്ത് കിടക്കണമെന്ന് പറഞ്ഞിട്ട്. പുറത്തുണ്ടായിരുന്നത് നമ്മുടെ വേസ്റ്റ് അല്ല, കൂട്ടിയിട്ടുണ്ടായിരുന്നത് മാവിൻ്റെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നമ്മുടെ കടയുടെ ഒരു പ്ലാസ്റ്റിക് കവർ കിടന്നപ്പോൾ ഹെൽത്തുകാർ അത് വിളിച്ച് നമ്മളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ക്ലീൻ ആക്കാണ്. ഓൾറെഡി ഹസ്ബൻഡ് രാവിലെ മുതൽ കുറേ നേരം നിന്ന് മൊത്തം ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് പോലും പുറത്ത് പോകാണ്ട് നമ്മൾ നോക്കണം. അതുകൊണ്ട് വേസ്റ്റൊക്കെ നമ്മൾ പുറത്ത് ചാക്കിൽ എടുത്ത് വെച്ചേക്കാണ്, ഹരിതകർമ്മസേനക്കാർ വരുമ്പോൾ കൊടുക്കാനായിട്ട്. അങ്ങനെ ഹസ്ബൻഡ് കട അടയ്ക്കണത് നോക്കി ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. ലാസ്റ്റ് അത് ആ കട അടച്ചു. ഈ അടുത്തുള്ള പയ്യൻ നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിലുള്ളതാണ് കേട്ടോ. ആളെപ്പോഴും മിക്കപ്പോഴും നമ്മുടെ കടയിൽ വരും, കമ്പനി അടിച്ചിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കാനൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് ഒരു കൂട്ടാണ് പയ്യൻ. അങ്ങനെ ഞാൻ റൂമിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, നിറയെ തുണികൾ അവിടെ ഇവിടെയും വലിച്ചു വാരി ഇട്ടേക്കണു. ലേറ്റായി രാവിലെ ജോലിക്ക് പോണ സമയത്താണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ബെഡിടുക. അതായത് തുണികൾ എടുക്കുക, ചിലപ്പോൾ എടുത്ത തുണികൾ ചിലപ്പോൾ ആവശ്യമില്ലെങ്കിൽ മടക്കി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഇങ്ങനെ കിടക്കട്ടെ, എന്തെങ്കിലും ജോലി കഴിഞ്ഞ് വന്ന് മടക്കാമെന്ന്. അങ്ങനെ കിടക്കുന്ന തുണികളാണ് കേട്ടോ ഈ കിടക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന വശം തന്നെ അതൊക്കെ വേഗം വേഗം മടക്കി വെച്ചു. എനിക്ക് ഒതുക്കൽ പിടിക്കലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. പക്ഷേ എനിക്കതിന് ഓരോ സമയമുണ്ട്. ആ ഒരു സമയത്ത് എനിക്കത് ചെയ്യാൻ തോന്നുള്ളൂ. ചിലപ്പോൾ 2-3 ദിവസം അത് ഇങ്ങനെ തന്നെ കിടക്കും. പിന്നെ എനിക്ക് മനസ്സിലൊരിത് വരുമ്പോഴാണ് ഞാൻ വീണ്ടും ക്ലീൻ ചെയ്യാൻ തുടങ്ങുക. ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കും ഇനി എടുത്ത സാധനങ്ങൾ എടുത്ത് വെക്കണം, അശ്രദ്ധയായിട്ട് ഇങ്ങനെ ഇടാൻ പാടില്ല. ഇതിങ്ങനെ ഇടുമ്പോഴാണ് എനിക്ക് വീണ്ടും ഭയങ്കര ലോഡ് കൂടുന്നതെന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷേ എന്താണെന്നറിയില്ല, വീണ്ടും മറ്റേ പണ്ടത്തെ കാരണവന്മാർ പറയുന്ന പോലെ, പണ്ടത്തെ ചങ്ങരൻ തെങ്ങുമ്പോൾ തന്നെ എന്ന് പറയുന്ന പോലെ ഞാൻ വീണ്ടും വലിച്ചു വാരി ഇട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ തന്നെയാണ് ക്ലീൻ ആക്കാറ്. അങ്ങനെ അതൊക്കെ ക്ലീനാക്കി വൈകുന്നേരം വീട്ടിൽ പൊതുവെ വലിയ പണികൾ അങ്ങനെ എടുക്കേണ്ടി വരാറില്ല. അത്യാവശ്യം ചെറിയ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റൂമൊക്കെ ശരിക്കും ഡെയിലി ക്ലീൻ ചെയ്യാം. വൃത്തികേടായി കിടക്കുന്ന സമയത്തൊക്കെ ഞാൻ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷവർമയില്ല 2 ഷവർമ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്താണെന്നറിയില്ല, ഒടുക്കത്തെ വിശപ്പുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. വിശന്ന് മറ്റേ ഭയങ്കരമായി തളർന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്യണത്. അങ്ങനെ ഞങ്ങളത് കഴിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മളിത് മേടിച്ചത്. ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. സാധാരണ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ വരുന്ന സമയത്ത് ഞങ്ങൾ ബർഗറാണ് ചൂസ് ചെയ്യാറ്. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും ആ ഷോപ്പിലത്തെ ബർഗർ ഭയങ്കര ഇഷ്ടമാണ്. ബർഗർ ഹബിലത്തെ ബർഗർ ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരു ക്രിസ്പി ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബർഗർ വരും. അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിന് ഓഫർ ഉണ്ടാവാറുണ്ട് അവിടെ നിന്ന് മേടിക്കുമ്പോൾ. ഇപ്രാവശ്യം ഞങ്ങൾ ബർഗർ മാറ്റിയിട്ട് ഷവർമയാക്കി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിന് എന്തോ ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നി ആളുടെ ഷവർമയ്ക്ക്. അപ്പോൾ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും മാറ്റി കഴിച്ചു നോക്കി. കുഴപ്പമൊന്നുമില്ല, രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഉപ്പേരിക്കുള്ള കോവയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ ഞാൻ അരിഞ്ഞ് വയ്ക്കും, ചില ദിവസങ്ങളിൽ ഞാൻ അരിഞ്ഞ് വയ്ക്കാറില്ല. കാരണം ഒന്നെങ്കിൽ വേറെ ആരെങ്കിലും അരിയും, അല്ലെങ്കിൽ ഞാൻ ലേറ്റായിട്ടാണ് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ വരാറ്. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ മാത്രം ഞാനിങ്ങനെ അരിഞ്ഞ് വെക്കാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഓൾറെഡി ഇതൊക്കെ അരിയണതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നല്ലപോലെ ലേറ്റായി. അപ്പോൾ ഞാൻ വേഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം കിടക്കാനായിട്ട് പോയി. ഓൾറെഡി ഒരു 11 മണി 11:30 ആയിട്ടുണ്ടായിരുന്നു.
ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അമ്മ ഞങ്ങളുടെ ഒപ്പം എപ്പോഴും ഇരിക്കും കേട്ടോ. ഞങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അടുക്കളയിൽ അമ്മ കൂട്ടിനിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ബൈ.